പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 33-ാം ദിനം. മരണമെന്ന വിസ്മയം. വിസ്മയിപ്പിക്കുന്ന രഹസ്യമാണ് മരണം. ഓരോ സെക്കൻഡിലും 2 പേർ വീതം മരിച്ചുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ ഭൂമിയിൽ മരിക്കുന്നവരുടെ എണ്ണം 1,72,800 ലോകം ഇടത്താവളമാണെന്നും ജീവിതത്തിൻ്റെ ഇടനാഴിയിലെ ഇടവേളയാണ് ഈ ലോകവാസമെന്നും അറിയാമെങ്കിലും അത് മറന്നു പോകുന്നതാണ് നമ്മുടെ ദുരന്തം. യുധിഷ്ഠിരനോട് വനദേവത ചോദിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ജ്ഞാനിയായ യുധിഷ്ഠിരൻ ഉടൻ ഉത്തരം പറഞ്ഞു, മുന്നിലും പിന്നിലും ചുറ്റിലും ധാരാളം പേർ മരിച്ചു വീണിട്ടും താൻ മരിക്കില്ല എന്ന മട്ടിൽ മനുഷ്യൻ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ബർഗമിൻ്റെ 7-ാം മുദ്ര എന്ന ചലച്ചിത്ര കാവ്യത്തിൽ അന്റോണിയോസ് ബ്ലോക്ക് എന്ന കുരിശ് യുദ്ധഭടൻ മരണവുമായി ചതുരംഗം കളിക്കുന്നു. ചതുരംഗത്തിൽ അവൻ ജയിച്ചാൽ സ്വതന്ത്രനാക്കാമെന്നാണ് മരണം വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ മരണത്തിൻ്റെ ചടുല നീക്കങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും കഴിവുറ്റ കരുനീക്കക്കാരനും തോറ്റുപോകുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന അന്റോണിയസ് ചോദിക്കുന്നു, നമുക്ക് കളി നിർത്തിയാലോ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് മരണം പറയുന്നു, ഒന്നും എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല, ആരും എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. നത്തിങ് എസ്കേപ്സ് മീ, നൺ എസ്കേപ്സ് മീ. ശരിയാണ്, നോ വൺ എസ്കേപ്സ് ഡെത്ത്. ആരും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. എന്നാൽ ആത്യന്തിക വിജയം മരണത്തിൻ്റേതല്ല, ജീവിതത്തിൻ്റേതാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവസാന വിജയഭേരി മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ചൈതന്യത്തിൻ്റേതാണ്. ഈ ബോധ്യത്തിൽ നിന്നാണ് വിശുദ്ധ പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെയെന്ന്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കും ക്രിസ്തുവിൽ മരിക്കുന്നവർക്കും മരണം ഒരിക്കലും ഒടുക്കമല്ല. മരണം ഒരു തുടക്കമാണ്, ഒരു കവാടമാണ്. അതുകൊണ്ട് മരിക്കും മുമ്പേ ജീവിക്കാൻ മറക്കരുതേ. ഈ നോമ്പ് കാലത്ത് മരണം യാഥാർത്ഥ്യമാണെന്നും മരണത്തിൽ നിന്നൊഴിയാൻ ആർക്കും കഴിയുകയില്ലെന്നും വിശ്വസിക്കുമ്പോൾ തന്നെ മരണത്തെ അതിജീവിക്കുന്ന ക്രിസ്തീയ പ്രത്യാശയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളാകുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.